പ്രപഞ്ചത്തിലെ മുഴുവൻ ആണുങ്ങളും ഒറ്റയടിക്ക് വിവാഹിതരായി ഇയാള് മാത്രം ബാക്കിയായാലും ഞാൻ ഇയാളെ കല്യാണം കഴിക്കില്ല. ഞാൻ പറയുന്നത് പോലെ കേൾക്കുക, അല്ലെങ്കിൽ അനിയത്തിയുടെ ബോഡി ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊള്ളുക. പൂമാല വാങ്ങി വരന്റെ കഴുത്തിലിട്ടോളൂ കുട്ടി. ഇവളുടെ ശവം മാത്രമേ നീ കാണൂ. ഹലോ സർ. അതെ സർ, ഫംഗ്ഷൻ തീർന്നിട്ടില്ല. അതെയോ? എന്നാ ഞാൻ ഇപ്പൊ തന്നെ എത്താം സർ. ഓക്കെ. ഡി കെ, അമ്മ, എനിക്ക് അത്യാവശ്യമായിട്ട് തിരികെ ലൊക്കേഷനിലെത്തണം. സോ ഞാൻ പോവാ. ഇപ്പോഴോ? അതെ, ഇനി നിൽക്കാൻ പറ്റില്ല. ഹീറോ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞു. പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഇവള് തന്നെയാ നിനക്ക് ചേർന്ന ഭാര്യ. മിസ്സസ് ഡി കെ, ഇവനെ എന്റെ പഴയ ഡി കെ ആക്കി തിരിച്ചു തരണം. ഓക്കെ? ശരിയപ്പോ. ശരി അമ്മ. ഓക്കെ മോളെ. മോനെ, ആ തലയിൽ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം മാറ്റ്, എന്നിട്ട് സിന്ദൂരം തൊട്. അയ്യോ, അത് പറ്റില്ല. വിവാഹ ചടങ്ങുകൾ തീർന്നിട്ടില്ല. ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് അത് മാറ്റാവൂ. ഇപ്പോ വരൻ വധുവിന് സിന്ദൂരം ചാർത്തിക്കോളൂ. മോനെ ദേവാ, സിതാരയുടെ തെറ്റിയില് സിന്ദൂരം ചാർത്ത്. na 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 na
നിങ്ങൾ എൻ്റെ ജോലി കളഞ്ഞു, എന്നെയും പ്രിയയും തമ്മിൽ അകറ്റാൻ നോക്കി. അതിന് നിനക്ക് ഞാൻ തരുന്ന പണിയാടാ ഇത്. ഇഷ്ടമില്ലാത്ത പെണ്ണിന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരുന്ന ദുരന്തം സർക്കസിലെ കോമാളിയെ പോലെ. ഈ കല്യാണ മണ്ഡപത്തിൽ അഭിനയിക്കുന്ന രംഗം ഏതാണെന്ന് സ്വയം തിരിച്ചറിയാൻ കഴിയാത്ത വെറും കോമാളി. ഓ ഗുരുവായൂരപ്പാ. അങ്ങനെ കീരിയും പാമ്പും തമ്മിൽ കല്യാണം കഴിച്ചു. നിന്റെ കഴുത്തിൽ കുരുക്ക് വീണ് കഴിഞ്ഞു ജ്യോതി. ആ പുടവയിൽ വേണമെങ്കിൽ നിനക്ക് ഈ ജീവിതം തീർക്കാം. നീ ഇപ്പോ ഹിറ്റ്ലറിന്റെ ഭാര്യയാണ്. യു ആർ മിസ്സിസ് ഹിറ്റ്ലർ.
പടത്ത് പണി പരമ്പത്ത് കൂലി. ഡേ പെണ്ണും പടക്കോഴിയെല്ലാം മാറി. ജ്യോതി, അപ്പോ നീയാണല്ലേ എന്നെ തലക്കടിച്ച് വീഴ്ത്തിയത്? അവിടെ ടോമാഞ്ചേരിയുടെ കല്യാണം നടക്കുമ്പോ മിക്കി മൗസിന് എന്ത് കാര്യം? എന്റെ പ്ലാനിംഗ് ഒന്ന് നടക്കട്ടെ, നിന്നെ ഞാൻ തന്നെ തുറന്നുവിടാം. വാ. എന്റെ ഭഗവാനെ, എന്റെ സ്വപ്നം ഫലിച്ചല്ലോ. നോക്ക് മനുഷ്യ, നമ്മുടെ മോള് നമ്മുടെ മോളെ കല്യാണം കഴിച്ചത്. നീ എങ്ങനെ ഇവിടെ വന്നേ? അപ്പൊ സിത്താര എവിടെ? എന്റെ മോള് ചതിയാ നടന്നത്. താലി കെട്ടിയത് നിന്റെ കഴുത്തിലായിരുന്നോ? ഇവളെയാണോ നമ്മൾ താലപ്പൊലിയോടെ ആനയിച്ചു കൊണ്ടുവന്നത്? ഹലോ, ഇപ്പോ നിങ്ങളുടെ മകൾ ഹിറ്റ്ലറുടെ ഭാര്യയായി കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഊഴമാണ്. അമ്മായിയമ്മയുടെ അധികാരം തുടങ്ങിക്കോ. ആ അധികാരം സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ്. ശരി. എന്താ മനുഷ്യ നോക്കി നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ, വാ. ഇനിയാണ് കളി. ഹിറ്റ്ലർ വേഴ്സ് മിസസ് ഹിറ്റ്ലർ. The drama starts now. ഇവള് മുഖം മൂടിയിട്ട് വന്ന് എല്ലാം നശിപ്പിച്ചു. എന്റെ സിത്താര എവിടെ? നീ ഇവിടെ എന്താടി ചെയ്തേ? എന്ത് തോന്നിയ ദിവസം ഇവിടെ നടക്കുന്നത്? എന്റെ മോൾ എവിടെ? നീ ഏതടി പെണ്ണേ? എന്റെ മോളെ നീ എന്ത് ചെയ്തു? നീ എന്ത് ചെയ്യാൻ പോവാ? നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? എന്തേനെന്ന് പറയടി. തള്ളേ, മിണ്ടിപ്പോരുത്. ഇവര് തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു. അത് തീരുമാനിച്ചതേ ഈശ്വരനാ. എന്റെ മോൾ എവിടെ? എന്റെ മോളെ നീ കൊന്നോടി. ഇടി എന്തുവാടി ഇത്? കന്നാലി ചന്തയോ? എണീക്കടി. ഇടി എണീക്കാൻ. എന്തിനാ ഇടി എണീക്കാൻ. ഓരോ കാര്യങ്ങളും. എണീക്ക. നടക്കടി. ഞാൻ പോവാ. എനിക്ക് ഇത് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. അയ്യോ, ഈ മനുഷ്യന്റെ ഒരു കാര്യം. എല്ലാവരും ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കണം. എന്റെ അനിയത്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാനിത് ചെയ്തത്. ഞാനിതിനെ സമ്മതിച്ചില്ലെങ്കിൽ അയാൾ എന്റെ അനിയത്തെ കൊന്നുകളയെന്ന് പറഞ്ഞു. ഞാനീ പറയുന്നത് സത്യമാണ്.
ഞാൻ പറയുന്നത് അതുപോലെ നീ ചെയ്തില്ലെങ്കിൽ നിന്റെ അനിയത്തി ഞാൻ കൊല്ലും. ഇവള് പറയുന്നത് വിശ്വസിക്കരുത്. പെരും കള്ളിയാണ് ഇവള്. ഈ കല്യാണം ഞങ്ങൾ ആരും അംഗീകരിക്കില്ല. വിവാഹത്തിന്റെ പവിത്രത നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിക്കില്ല. മറ്റൊരു പെണ്ണിനെ ചതിച്ചു നേടിയ വഞ്ചനയുടെ പ്രതീകമാണ് ഇവളുടെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി. ഇത് പൊട്ടിച്ചെടുത്ത് സിത്താരയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കണം. അനാവശ്യം പറയരുത്. ഈ താലി താലിയല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ആരംഗീകരിച്ചില്ലെങ്കിലും ഇവിടെ നടന്നത് കല്യാണം തന്നെയാ. എന്റെ മകളിപ്പോ DKയുടെ ഭാര്യ. ആദ്യം കല്യാണം തീരുമാനിച്ചതും മോതിരം മാറിയതും ആരൊക്കെ തമ്മിലാ? DKയും ജ്യോതിയും തമ്മിലാ. പിന്നെ മെഹന്തിയിൽ എങ്ങനെ ജ്യോതിക്ക് പകരം മറ്റൊരുത്തി വന്നു? ഈ കല്യാണമേ ഈശ്വരൻ തീരുമാനിച്ചതാ. എന്റെ മകളുടെ കഴുത്തി കിടക്കുന്ന താലിയിൽ ആരെങ്കിലും കൈവച്ച ഈ ആശാലത ആരാണെന്ന് നിങ്ങളൊക്കെ അറിയും. DK ഉപേക്ഷിച്ച ഇനി എന്റെ മോൾ എങ്ങോട്ട് പോവും? ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴി അവൾക്കുണ്ടാവില്ല. അതിന് നിങ്ങളെല്ലാം ഉത്തരവാദികളായിരിക്കും. ഭീഷണിപ്പെടുത്തുകയാണ് ഈ സ്ത്രീ. DKയുടെ സമ്പത്ത് കണ്ട് മുടങ്ങിപ്പോയ കല്യാണം വീണ്ടും നടത്താൻ ഇവര് കള്ളക്കളി നടത്തുക. സ്റ്റോപ്പ് ഇറ്റ്. ജ്യോതിയെ കുറിച്ച് മറ്റെന്ത് പറഞ്ഞാലും പണം കണ്ട ആർത്തി മുത്ത് വന്നവളാണെന്ന് പറയരുത്. അത്തരക്കാരിയല്ല ജ്യോതി. ഇവള് പറഞ്ഞ സത്യമാണെന്ന് ആദ്യം അന്വേഷിക്കണം. ഇവള് പറഞ്ഞതാണ് സത്യമെങ്കിൽ ജ്യോതി എങ്ങനെ കുറ്റക്കാരിയാകും? ഉടൻ പോലീസ് വിവരം അറിയിക്കണം. ഇവള് പറഞ്ഞ കള്ളത്തരം അമ്മയും വിശ്വസിച്ചോ? അതിനെന്ത് തെളിവാ ഇവളുടെ കയ്യിലുള്ളത്? ഇതിലുണ്ട് അവൻ വിളിച്ചതിന്റെ തെളിവുകൾ. അവനതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമാണ്. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വിശ്വസിക്കും. കണ്ടില്ലേ, ഇപ്പൊ കള്ളി വെളിച്ചത്തായി. ഇവളുടെ കയ്യിൽ തെളിവില്ല. ആദ്യം എന്റെ മോള് സിത്താരയെ കണ്ടുപിടിക്ക്, എന്നിട്ടാവാം ബാക്കി കാര്യങ്ങള്. എന്നെ വിശ്വസിക്കണം. എന്റെ അനിയത്തിയെ കിഡ്നാപ്പ് ചെയ്ത് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാ ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്റെ പ്രിയമോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ. ചേച്ചി, ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? എന്നെ ആരും കിഡ്നാപ്പ് ചെയ്തിട്ടൊന്നുമില്ല. മോളെ, സത്യമാണ് ചേച്ചി, ഇതല്ലാതെ എനിക്കൊന്നും അറിയില്ല. സത്യം എന്താന്ന് ഞാൻ പറയാം. ഇവളെ എന്റെ തലക്കടിച്ചത്. എന്നിട്ട് എന്റെ ഡ്രസ് ഇട്ട് DK കല്യാണം കഴിച്ചു. ചതിയായത്. മോളെ, നിനക്കെന്തെങ്കിലും പറ്റിയോ? DK, ഈ കല്യാണം സത്യമല്ല. എന്നെ ചതിച്ചിട്ടാ ഇവള് മണ്ഡപത്തിലെത്തിയത്. DK ഇവളെ താലി കെട്ടിയതും എനിക്ക് അവകാശപ്പെട്ട താലിയ അവളുടെ കഴുത്തിൽ കിടക്കുന്നത്. ആ താലി അഴിച്ചു മാറ്റി DK. നിർത്തടി. എന്റെ ജ്യോതിമോളെ ഒരിക്കലും കള്ളം പറയില്ല. പ്രിയയെ രക്ഷിക്കാൻ വേണ്ടി അവള് ചെയ്തതാണെങ്കിൽ ഇത് ഈശ്വരന്റെ വിധിയാ. ഇത് അംഗീകരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്.
എന്റെ ജ്യോതിമോള് തന്നെയായിരിക്കും ഇനി DKയുടെ ഭാര്യ. അത് തിരുത്താനൊന്നും ഇനി ആരും മെനക്കെടണ്ട. അതൊട്ടും നടക്കാനും പോകുന്നില്ല. ആശാലത കലക്കി. DK, ഇനി നീ എന്ത് ചെയ്യും? താലി അഴിക്കുമോ അതോ ജ്യോതിയെ സ്വീകരിക്കുമോ? പാവം ഹിറ്റ്ലർ. വലിച്ചു പൊട്ടിക്കണം ഇവളുടെ കഴുത്തിലെ കള്ളത്താലി. DKയുടെ താലി കഴുത്തിലണിയാൻ യോഗ്യതയില്ലാത്ത ഇവളെ അമരാവതിയിലേക്ക് മരുമകളായിട്ട് വേണ്ട. വലിച്ചു പൊട്ടിക്കും ഞാനിത്. മാറി നിൽക്കടി അവിടെ. ഈ താലിയെ തൊട്ടുപോകരുത്. ഇത് കള്ളത്താലിയല്ല, എന്റെ മകൻ കെട്ടിയ താലിയാ. അമ്മ ഇവളുടെ കള്ളത്തരത്തിന് കൂട്ടി നിൽക്കരുത്. DKയുടെ ജീവിതം തകർക്കാൻ ഇവളെ ഞങ്ങൾ അനുവദിക്കില്ല. ഈ താലി അഴിച്ച് തിരിച്ചു തന്നേ പറ്റൂ. കല്യാണത്തിന് വന്നവർക്കെല്ലാം നന്ദി. എല്ലാവർക്കും ഭക്ഷണം കഴിച്ചിട്ട് പിരിയാം. നീ എന്താ കരുതിയത്? ഞാൻ നിന്റെ കളിപ്പാവയാണെന്നോ? എന്റെ ജീവിതത്തിലേക്ക് നീ എന്തിനാ ഇങ്ങനെ പിന്നെ കേറി വരുന്നത്? എന്നെ എന്തിനാ ഇങ്ങനെ ബലിയാടാക്കുന്നത്? പിന്തുടർന്ന് ദ്രോഹിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? ഇതിനൊന്നും മറുപടി പറയാതെ നീ ഇനി ഇവിടുന്ന് പുറലോകം കാണില്ല. കൊള്ളാം. ഒരു പെണ്ണിനെ മുറിയിൽ പൂട്ടിയിട്ടിട്ട് ധീരത കാണിക്കുന്നു നിങ്ങള്. എങ്കിൽ പിന്നെ നിങ്ങളും എന്റെ അനിയത്തെ കിഡ്നാപ്പ് ചെയ്ത ആളും തമ്മിൽ എന്താ വ്യത്യാസം? ആരും എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ ഒരു സമ്പത്തും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുമില്ല. എല്ലാം സംഭവിച്ചു പോയതാ. എന്റെ അനിയത്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാം എനിക്ക് ചെയ്യേണ്ടി വന്നു. മാസ്കും കത്തിയും വെച്ച് എന്റെ അനിയത്തിയെ ഇതാ ആ കത്തി മുഖം മൂടി. ആ കില്ലറുടെ കയ്യിരുന്ന കത്തി തന്നെ ഇത്. അയാൾ ഇട്ടിരുന്ന മുഖം മൂടി തന്നെ ഇത്. ഇതും മിണ്ടരുത്. എന്റെ ജീവിതം തകർത്തതിന് സമാധാനം പറഞ്ഞിട്ട് മതി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ ഇതിനെക്കുറിച്ച് സംസാരിച്ച് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. നീ രക്ഷപ്പെടാൻ നോക്കുന്നത് നിങ്ങളാ. ആ കിഡ്നാപ്പറുടെ മാസ്കും കത്തിയും നിങ്ങളുടെ റൂമിൽ എങ്ങനെയാ വന്നത്? പറയാ, നിങ്ങൾക്കിതിൽ എന്താ പങ്ക്? ആ കിഡ്നാപ്പർ നിങ്ങളുടെ ആരാന്ന്? അനാവശ്യം പറയരുത്. ഞാൻ എന്തിന് നിന്റെ അനിയത്തെ കിഡ്നാപ്പ് ചെയ്യണം? നിനക്കെന്തോ മാനസിക വിഭ്രാന്തിയാണ്. ഭ്രാന്ത് ആർക്കാന്ന് ഞാൻ തെളിയിച്ചുതരാം. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടാൻ ഏതറ്റം വരെയും പോകുന്ന നിങ്ങൾ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തുമെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി എന്ത് പിടിച്ചു വാങ്ങാനും എനിക്കൊരു മടിയുമില്ല. ഒരുങ്ങിക്കോ അമരാവതിയിലെ മരുമകളാവാൻ. എന്റെ അനിയത്തിയുടെ ജീവൻ രക്ഷിച്ചതിന് പകരം എന്റെ ജീവിതം നിങ്ങൾ ആവശ്യപ്പെട്ടു.
കാര്യം അറിയാതെ ഞാൻ നൽകിയ വാക്കിന്റെ ബലത്തിൽ എന്നെ ആ ഫംഗ്ഷനിൽ വെച്ച് നിങ്ങളുടെ വധുവായിട്ട് പ്രഖ്യാപിച്ചു. ഒടുവിൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പോകുമെന്ന് ഉറപ്പായപ്പോ എന്റെ അനിയത്തെ കിഡ്നാപ്പ് ചെയ്ത് എന്നെ കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിച്ചു അല്ലേ? എന്റെ അനിയത്തി എന്റെ ജീവനാ. അവളെ വെച്ച നിങ്ങള് ഇല്ല, ഇത് ഞാൻ സഹിക്കില്ല. നിർത്ത്. നിന്റെ അനിയത്തെ തട്ടിക്കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തി നിന്നെ കല്യാണം കഴിക്കേണ്ട ആവശ്യം എനിക്കില്ല. എടി, നീ എന്ന സ്വൈര്യക്കേടിനെ അറിഞ്ഞുകൊണ്ട് ആരും എടുത്ത് തോളിൽ വെക്കില്ല. എനിക്ക് നിന്നെ കാണുന്നതേ വെറുപ്പാ. അതെ, ആ ദേഷ്യ നിങ്ങൾ ഇപ്പൊ എന്നോട് തീർത്തത്. ദാ ഈ മാസ്കും കത്തിയും നിങ്ങളുടെ മുറിയിൽ വന്നത് അതിന്റെ തെളിവാ. നോക്കട്ടെ, ഇനിയും തെളിവ് ഞാൻ കാണിച്ചു തരാം. കേട്ടോ, ആ കിഡ്നാപ്പർ എന്നെ വിളിച്ച നമ്പറാ ഈ റൂമിൽ റിംഗ് ചെയ്യുന്നത്. ഇതിന് പിന്നിൽ നിങ്ങളാണെന്ന് തെളിയിക്കാൻ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ ഹിറ്റ്ലറെ? കണ്ടോ, ഇതിൽ ബേക്കറി എന്ന എന്റെ പേര് ഫീഡ് ചെയ്തിരിക്കുന്നത്. എന്നെ അങ്ങനെ വിളിക്കുന്നത് നിങ്ങൾ മാത്രം. നമ്പർ 1 ഫ്രോഡാ നിങ്ങൾ. നിങ്ങൾ എന്റെ ജീവിതം നശിപ്പിച്ചത്. ഇത് ഞാൻ എല്ലാവരോടും പറയും. ഇത്രയൊക്കെ ചെയ്ത് എന്റെ കഴുത്തിൽ നിങ്ങൾ താലി കിട്ടിയത് എന്തിനാന്ന് എനിക്ക് അറിയണം. സത്യത്തിൽ നിങ്ങളൊരു മനുഷ്യനാണോ? യു ആർ എ സാഡിസ്റ്റ് കില്ലർ. അങ്ങനെ എന്റെ വായടുപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട. ഈ ജ്യോതി ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. അമ്മേ, എന്റെ മകളെ ഉപദ്രവിക്കരുതെന്ന് ഡിക്കയോട് പറയണം. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഇനിയും നിന്ന് ന്യായം പറയുന്നോ? ഇനിയെങ്കിലും ഒന്ന് പൊയ്ക്കൂടെ നിങ്ങൾക്ക്? പോകാം. അങ്ങനെ എന്റെ അച്ഛനെയും മമ്മിയും ഇവിടുന്ന് അപമാനിച്ചു വിടാന്ന് ആരും വിചാരിക്കണ്ട. അമ്മ ക്ഷമിക്കണം. ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇവളുടെ കള്ളക്കരച്ചിലിന് മുന്നിൽ അമ്മ അലിഞ്ഞു പോവരുത്. കേസ് കൊടുത്ത് ജയിലിലാക്കണം ഇവളെയും കുടുംബത്തെ. ആരുടെ പേരിലാ കേസ് കൊടുക്കണ്ടേന്ന് ഞാൻ കാണിച്ചു തരാം.